സംസ്ഥാന രാഷ്ട്രീയത്തിലെ യുവനേതാക്കളിൽ മുൻനിരയിലുള്ള ഷാഫി പറമ്പിൽ എം പി ഇനി ദേശീയ രാഷ്ട്രീയത്തിന്റെ നിർണായകമായ പുതിയ ചുമതലകളിലേക്ക് നീങ്ങുകയാണ്. വടകരയിൽ നിന്നുള്ള ജനപ്രതിനിധി എന്ന നിലയിൽ ഡൽഹിയിൽ അദ്ദേഹം നടത്തുന്ന പ്രവർത്തനങ്ങൾ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തെ വലിയ രീതിയിൽ ആകർഷിച്ചിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷ പദവിയിലേക്ക് ഷാഫി പറമ്പിലിന്റെ പേര് ACC സജീവമായി പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പുറത്തുവരുന്ന വിവരം. നിലവിലെ അധ്യക്ഷൻ BV ശ്രീനിവാസന്റെ കാലാവധി പൂർത്തിയാകുന്ന സാഹചര്യത്തിൽ ആ സ്ഥാനത്തേക്ക് പകരക്കാരനായി മറ്റൊരാളെ ഹൈക്കമാൻഡ് ചിന്തിക്കുമ്പോൾ ഷാഫി പറമ്പിലിനപ്പുറം മറ്റൊരു പേര് ഇന്ന് കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിലില്ല. കേവലം ഒരു MP എന്നതിലുപരിയായി സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പാർലമെന്റിൽ ഉന്നയിക്കുന്നതിലൂടെ ഒരു പാൻ ഇന്ത്യൻ നേതാവെന്ന പ്രതിച്ഛായ വളർത്തിയെടുക്കാൻ ഷാഫിക്ക് സാധിച്ചിട്ടുണ്ട്. വടകരയിലെ പ്രവാസികളുടെ വിമാന ടിക്കറ്റ് നിരക്കിനെ കുറിച്ച് അദ്ദേഹം പാർലമെന്റിൽ നടത്തിയ പ്രസംഗം രാജ്യമൊട്ടാകെ വലിയ ചർച്ചയായിരുന്നു. ഹിന്ദിയിലും ഇംഗ്ലീഷിലും അനായാസമായി സംസാരിക്കാനുള്ള അദ്ദേഹത്തിന്റെ പ്രാവീണ്യം ദേശീയ രാഷ്ട്രീയത്തിലെ മികച്ച ഇടപെടലുകൾക്ക് കരുത്തേകുന്ന ഒന്നാണ്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന കാലത്ത് കേരളത്തിലെ തെരുവുകളിൽ ഷാഫി നയിച്ച സമരങ്ങൾ പ്രവർത്തകർക്കിടയിൽ വലിയ സ്വാധീനമാണ് നൽകിയിട്ടുള്ളത്. പോലീസിന്റെ അടിയേറ്റ് വീഴുന്ന പ്രവർത്തകരെ സംരക്ഷിക്കാൻ ബാരിക്കേഡുകൾ ചാടിക്കടക്കുന്ന ഷാഫിയുടെ ചിത്രങ്ങൾ ഇന്നും സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. അടിവരുമ്പോൾ ഓടുന്ന നേതാക്കളല്ല, മറിച്ച് പ്രവർത്തകർക്കൊപ്പം നിന്ന് പോരാടുന്ന നേതാവാണ് ഷാഫി എന്ന പ്രതിച്ഛായ തന്നെയാണ് അദ്ദേഹത്തെ ദേശീയ അധ്യക്ഷ പദവിയിലേക്ക് അടുപ്പിക്കുന്നത്. കേരളത്തിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. അധികാരം തിരിച്ചുപിടിക്കുക എന്നത് രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിന്റെയും പ്രസ്റ്റീജ് ഇഷ്യൂ കൂടിയാണ്. ഈ സാഹചര്യത്തിൽ ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ഒരു നേതാവിനെ യൂത്ത് കോൺഗ്രസിന്റെ അമരത്ത് പ്രതിഷ്ഠിക്കുന്നത് കേരളത്തിലെ യുവാക്കളെയും പാർട്ടിയിലേക്ക് കൂടുതൽ അടുപ്പിക്കാൻ സഹായിക്കുമെന്ന് ACC കണക്കുകൂട്ടുന്നു. യുവാക്കൾക്കിടയിൽ തരംഗം സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു ക്രൗഡ് പുള്ളർ എന്ന നിലയിൽ ഷാഫിക്ക് ഇതിന് സാധിക്കുമെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. മുന്നണി വിപുലീകരണത്തെക്കുറിച്ചുള്ള ചർച്ചകൾ UDFൽ ഇതിനകം തന്നെ സജീവമാണ്. കേരള കോൺഗ്രസ് M ഉൾപ്പെടെയുള്ള പാർട്ടികളെ തിരികെ കൊണ്ടുവരുന്നതിനെക്കുറിച്ച് ലീഗും കോൺഗ്രസും ഒരുപോലെ ആലോചിക്കുന്നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലങ്ങൾ കൂടി വിലയിരുത്തിക്കൊണ്ട് വളരെ കരുതലോടെയാണ് UDF മുന്നോട്ടു പോകുന്നത്. വരും ദിവസങ്ങളിൽ തന്നെ ഷാഫി പറമ്പിലിനെ സംബന്ധിച്ച പുതിയ തീരുമാനങ്ങൾ ഡൽഹിയിൽ നിന്ന് ഔദ്യോഗികമായി പുറത്തുവരുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കേരളത്തിന്റെ പോരാളിയായിരുന്ന ഷാഫി പറമ്പിൽ ഇനി ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ തുറുപ്പുചീട്ടായി മാറാൻ പോവുകയാണ്.